നമസ്കാരം. പയ്യന്നൂർ നമ്പ്യാർ തൃക്കോവാൽ ശിവക്ഷേത്രത്തിലെ നവീകരണ കലശവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. സാധാരണ നവീകരണ കലശം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ 11 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു മഹാപ്രക്രിയയാണ് നവീകരണ കലശം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്ത കർമ്മമാണ് നവീകരണ കലശം എന്നുള്ളത്. ഇതിൽ ഒരുപാട് ആളുകളുടെ സഹായവും ഒരുപാട് ആളുകളുടെ പ്രയത്നവും വിശേഷങ്ങളായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇന്ന് നവീകരണ കലശത്തിൻ്റെ 6ാമത്തെ ദിവസമാണ്. നാളെ മറ്റന്നാളുമായിട്ട് ഈ കലശവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. മറ്റന്നാളാണ് ഈ നവീകരണ കലശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ പ്രതിഷ്ഠാ കർമ്മം എന്നുള്ളത്. നമ്മൾ ഇതുവരെ കുറച്ച് കാലങ്ങളോളം കഴിഞ്ഞ നവീകരണ കലശം തൊട്ട് ഈ ഒരു നവീകരണ കലശം വരെ പൂജിച്ച ദേവനിൽ നിന്ന് പ്രതിഷ്ഠ കഴിയുമ്പോൾ പുതിയൊരു ഭാവത്തിലും പുതിയൊരു ചൈതന്യവത്തായിട്ടുള്ള രൂപത്തിലും ആണ് മറ്റന്നാൾ തൊട്ട് നമ്മൾ ദേവനെ സങ്കല്പിക്കുക. ദേവൻ്റെ പ്രതിഷ്ഠാദിനം എന്ന് പറയുന്നത് ഇതുവരെയുള്ള പ്രതിഷ്ഠാദിനം മാറി ഇനി പ്രതിഷ്ഠിക്കുന്ന ആ ദിവസമാണ് പ്രതിഷ്ഠാദിനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നാളെ മുതൽ നടക്കുന്ന എല്ലാ മഹത്തായ കർമ്മങ്ങളും അതിവിശേഷമാണ്, മഹത്തായ കർമ്മങ്ങളാണ്. അതിൽ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന എല്ലാം നാളെ ആവശ്യമാണ്. നാളെ മറ്റന്നാളുമായിട്ട് നമുക്ക് ഈ 11 ദിവസത്തെ നവീകരണ കലശം എന്നുള്ളത് സാധാരണ ഒരുപാട് വഴിപാടുകൾ ഈ കലശവുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണ്. മുള കലശം, അതുപോലെ മുള ജീവകലശം, അതുപോലെ തന്നെ കലശ തീർത്ഥം എന്നിവയെല്ലാം തന്നെ ഈ ഒരു കലശത്തിന് മാത്രം കിട്ടുന്ന വിശേഷപ്പെട്ട പ്രസാദങ്ങളാണ്. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം സാധാരണ ക്ഷേത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ലഭിക്കാത്ത, അതിൽ കാണാത്ത ഒരുപാട് പൂജാ സമ്പ്രദായങ്ങൾ ഈ ഒരു നവീകരണ കലശവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അത് തികച്ചും ആചാര്യനാൽ നിക്ഷിപ്തമായ ആചാര്യൻ്റെ ചുമതലയിൽ ആണ് ഈ കലശ പരിപാടികൾ മുഴുവനും നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ തന്ത്രി കരണനെല്ലൂർ തെക്കിനേടത്ത് പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്.